ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള, ഏറ്റവും ആഴമുള്ള പ്രസംഗമേത് എന്ന ചോദ്യത്തിന് ഒരിക്കൽ ബേക്കണാണ് പറഞ്ഞത്, ദ ലോങ്സ്റ്റ് ആൻഡ് ഡെൻസസ്റ്റ് സ്പീച്ച് ഈസ് ദ സൈലൻസ് ഫോർ എ സിംഗിൾ മൊമെൻ്റ് എന്നാണ്. ഒരു നിമിഷ നേരത്തെ മൗനമാണ് സത്യത്തിൽ ഏറ്റവും നീളമുള്ള പ്രസംഗം എന്നാണ്. അതുകൊണ്ട് ആമുഖപ്രസംഗം അത്രയധികം നീളം ഇല്ല ഇന്ന്. കാരണം 7 ദിവസങ്ങളിലായി നടക്കുന്ന ഈ നൃത്തോത്സവത്തെക്കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഈ ഭരണസമിതിയുടെ വൈസ് ചെയർമാനായി 2021 മുതൽ ചുമതലയേറ്റപ്പോൾ, അതിനു മുൻപും ചിലങ്ക നൃത്തോത്സവം നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഉണ്ടായിരുന്നു. ചുമതലയേറ്റപ്പോൾ ആദ്യം മനസ്സിൽ വൈലോപ്പിള്ളി എന്ന് കേൾക്കുമ്പോൾ ഓടി വരുന്ന ചിലങ്ക നൃത്തോത്സവത്തിലെ വേദനിപ്പിക്കുന്ന ഒരു അപാകത പരിഹരിക്കാനാണ് നമ്മൾ ആദ്യം ഈ ഭരണസമിതി എടുത്ത തീരുമാനം. അത് നിങ്ങൾക്കും ഈ വേദിയിലുള്ള ബിന്ദു ടീച്ചറിനും വിമല ടീച്ചറിനും ഒക്കെ കൃത്യമായി മനസ്സിലാകുന്നതാണ്. എൻ്റെ ഭാര്യയുമൊക്കെ നർത്തകിയായതുകൊണ്ട്, മകളുമൊക്കെ അതായതുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ട പരിചയവും എനിക്കുണ്ട്. പല നൃത്തോത്സവങ്ങളിലും പങ്കെടുക്കാൻ വരുന്ന നർത്തകർക്ക് സർക്കാരിൻ്റെ സാംസ്കാരിക പരിമിതികൾക്കകത്ത്, സാമ്പത്തിക പരിമിതികൾക്കകത്ത് നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന തുകയ്ക്ക് ഒരു ലിമിറ്റുണ്ട്. അത് 25,000 30,000 രൂപയൊക്കെ ആവും പരമാവധി. പക്ഷേ ഒരു നർത്തകിക്ക് ഒരു വേദിയിൽ നൃത്തം അവതരിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പക്കമേളവും ആടയാഭരണങ്ങളും മേക്കപ്പും എല്ലാം ചേർന്ന് 50,000 രൂപയോളം കയ്യിൽ നിന്ന് ആകുന്ന അവസ്ഥയാണ്. കേരളത്തിലെ അനുഗ്രഹീതരായ പല നർത്തകികളും ഈ കടുത്ത സാമ്പത്തിക ബാധ്യത കാരണം അവസരങ്ങൾ ലഭിക്കുമ്പോൾ പോലും നൃത്തത്തിൻ്റെ അരങ്ങുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്നതാണ് സത്യം. ലോകത്തിൻ്റെ നെറുകയിലേക്ക് കേരളത്തിനെ എത്തിക്കുന്ന ഒരു പുരോഗമന ഭരണകൂടത്തിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ എടുത്ത ആദ്യത്തെ തീരുമാനം ചിലങ്ക നൃത്തോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ നർത്തകർക്കും പ്രതിഫലം കൊടുക്കുകയും എന്നാൽ പക്കമേളം ഒഴിവാക്കി CD-യിൽ നൃത്തം ചെയ്താൽ മതി, സാമ്പത്തിക ഭാരത്തിൽ നിന്നും അവരെ ഒഴിവാക്കാനുള്ള തീരുമാനമാണ് കഴിഞ്ഞ 5 വർഷമായി ചിലങ്ക നൃത്തോത്സവത്തിൽ നമ്മൾ സ്വീകരിച്ചു വരുന്നത് എന്നതാണ് ഒരു സന്തോഷം. 2, ചിലങ്ക നൃത്തോത്സവത്തിലെ അപേക്ഷകരുടെ എണ്ണം വളരെ വലുതാണ്. ഏകദേശം 200 പേരാണ് ഈ 7 ദിവസങ്ങളിലേക്ക് അപേക്ഷിച്ചത്. 7 ദിവസങ്ങളിൽ 7 നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്ന നൃത്തോത്സവത്തിൻ്റെ ഘടന മാറ്റുകയും പരമാവധി പ്രതിഭകൾക്ക് അവസരമൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ദിവസം 4 നർത്തകർക്ക് വേദിയൊരുക്കിക്കൊണ്ട് 28 നർത്തകരെ ഈ 7 ദിവസങ്ങൾ കൊണ്ട് അവരുടെ നൃത്തവിസ്മയത്തിന് അവസരമൊരുക്കാനാണ് ഞങ്ങൾ ഇതര നൃത്തോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീരുമാനിച്ച രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതിൻ്റെ ക്യൂറേറ്ററായ വിമല ടീച്ചറാണ്. സ്വാഭാവികമായി നിങ്ങൾക്ക് പരിചിതത്വമുള്ളതുപോലെ ഈ സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയുള്ള പ്രൊഫഷണൽ നൃത്ത അധ്യാപനം നിലവിൽ നടത്താത്ത ആദരണീയയായ ഒരു ഗുരു കൂടിയായതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും ഇല്ലാതെ തീർത്തും സുതാര്യമായാണ് മുൻകാലങ്ങളിൽ അവസരങ്ങൾ ലഭിച്ചവരെ ഒഴിവാക്കി 28 നർത്തകരെ ഈ നൃത്തവേദിയിലേക്ക് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള സന്തോഷവും നിങ്ങളെ ഈ വേദിയിൽ അറിയിക്കുന്നു. നൃത്തം എന്നത് അരങ്ങിലെ കലാരൂപമാണ്. നമ്മളൊരു കെട്ടകാലത്താണ് ജീവിക്കുന്നത്. കലയിലാണ് പൊരുളും ആയുധവും സന്നാഹവും ഒക്കെ നമ്മൾ ഒരുക്കിയിരുന്നത്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കല ആയുധമത്ത് എന്നതിന് ഉപരിയായി അപകടമായി മാറുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടേത്. ലോകത്തിൻ്റെ നെറുകയിലേക്കെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നടന്നു കയറുന്ന നമ്മുടെ കേരളത്തിനെ വല്ലാതെ കണ്ട് വക്രീകരിക്കുവാൻ ഉത്തരേന്ത്യയിലെ ചില ഗോസായിമാർ ഒരുക്കുന്ന ഒരു കലയുടെ പ്രദർശനം ആരംഭിക്കുവാൻ പോകുന്നു. 4 നാളുകൾ കഴിയുമ്പോൾ കേരള സ്റ്റോറി എന്ന പേരിലൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾ അറിഞ്ഞു കാണും. അതല്ല, വൈകുന്നേരത്ത് ബഹുമാനപ്പെട്ട MLA-യോട് ഒരു ചെറിയ തിരുത്തുണ്ട്. ഉദ്ഘാടന ചടങ്ങ് 5:30 ആകുമ്പോൾ വരാൻ മടിക്കുന്ന ആൾക്കൂട്ടമാണ് അനന്തപുരിയിലേത്. എന്നാൽ ഒരു 7:45 8 മണി സമയത്ത് നൃത്തം നടക്കുമ്പോൾ അങ്ങിവിടെ വന്നാൽ അകത്ത് കസേരയില്ലാതെ പുറത്ത് നിൽക്കുന്ന അത്രയധികം ആസ്വാദകരെ എല്ലാ വർഷവും ചിലങ്കയുടെ വേദികളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പലരും ആദ്യമേ വന്നിരുന്നതും അതുകൊണ്ടാണ്. നൃത്തം തുടങ്ങിക്കഴിഞ്ഞാൽ ആളുടെ കസേര കിട്ടാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കേരള സ്റ്റോറി ഒരുക്കുമ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ കേരള സ്റ്റോറി. പരസ്പരം വല്ലാതെ പ്രണയിച്ച് പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ആർദ്രമായി ഒഴുകിയ ഒരു പുഴയുടെ അക്കരയ്ക്ക് തൻ്റെ കാമുകനെ വഴിക്കണ്ണുമായി കാത്തിരുന്ന പ്രണയിനിയുടെ പേര് കാഞ്ചനമാല എന്നാണ്. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന വരികളുടെ അർത്ഥം ഗ്രഹിച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ ആ ഇരുവഞ്ചിപ്പുഴയുടെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ നിത്യ കാമുകൻ്റെ പേര് മൊയ്തീൻ എന്നുമാണ്.
കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിശ്രവിവാഹിതരുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും പ്രണയത്തിൻ്റെ കഥ കൂടിയാണ് കേരള സ്റ്റോറി. അതുമല്ലെങ്കിൽ കലയിലൂടെ, പാരസ്പര്യത്തിലൂടെ, ജാതിമത ചിന്തകൾക്ക് അതീതമായ മാനവികതയിലൂടെ പടർന്നു പോകുന്ന, ഈ മരണത്തിലേക്ക് മടങ്ങിപ്പോയ തങ്ങളുടെ പിൻചോമനയുടെ ജീവിതത്തിലെ ശേഷിക്കുന്ന അവയവങ്ങൾ ജാതിയും മതത്തിനും അപ്പുറത്ത് അന്യ മനുഷ്യരുടെ ജീവസന്ധാരണത്തിന് ഉതകുവാൻ പ്രവൃത്തിയെടുത്ത ആലിൻ എന്ന കുഞ്ഞു മകളുടെ അച്ഛനമ്മമാരുടെ ജീവിതത്തിൻ്റെ കഥയാണ് റിയൽ കേരള സ്റ്റോറി എന്ന് വെളിവാക്കുവാൻ കൂടിയുള്ളതാകണം നമ്മുടെ കലാനേരങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ. പുരുഷ നർത്തകരും ട്രാൻസ്ജെൻഡറായ ആർട്ടിസ്റ്റുകളും ഒക്കെ പങ്കെടുക്കുന്ന ഈ നൃത്തോത്സവം ചിലങ്ക മുന്നോട്ട് വയ്ക്കുന്നത് വളരെ വരേണ്യമായ വേദികളിൽ ആടി പ്രകടനത്തിൻ്റെ മികവ് കൊണ്ട്, ഗരിമ കൊണ്ട് ശ്രദ്ധേയരായ ബോധ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ തെരുവുകളിലും ഇന്ന് നൃത്തം ചെയ്യുന്ന നർത്തകരുണ്ട്, തെരുവിൽ പാടുന്നവരുണ്ട്. അവരുടെ എല്ലാം ഹൃദയത്തിൽ ഉണരുന്ന കലയ്ക്ക് ഒരേ സുഗന്ധവും ഒരേ അധ്വാനവുമാണുള്ളത്. കറുത്തവൻ്റെയും വെളുത്തവൻ്റെയും കലയ്ക്ക് വ്യത്യാസമില്ലെന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ബോധ്യം കൂടിയാണ് ഓരോ കലോത്സവവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചിലങ്കയുടെ സമഭാവനയുടെ ഈ നൃത്തോത്സവം, ഈ ചിലങ്ക കിലുങ്ങുന്നത് വികസന വളർച്ചയിലേക്ക് തുടരുന്ന കേരളം എന്ന ഉജ്ജ്വലമായ നാടിൻ്റെ, അല്ലെങ്കിൽ സുഹാസിനി മണിരത്നം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 10 വർഷങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നതിൽ നിന്നും ദൈവത്തിൻ്റെ സ്വന്തം സ്വർഗമായി മാറിയ കേരളത്തിൻ്റെ ഏറ്റവും മഹത്തായ മതേതര സാംസ്കാരിക മൂല്യങ്ങളുടെ കൂടി പങ്കുവയ്ക്കലിന് ചിലങ്കയ്ക്ക് തിരികൊളുത്തി സംസാരിച്ച് നിങ്ങളോട് സ്നേഹം പങ്കിട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്.